Hello, good afternoon. Good afternoon, ma'am. ഉണ്ടല്ലോ വരാൻ 2-3 പേര് കൂടി 6 മെമ്പേഴ്സ് ഉണ്ടാവാറുണ്ടല്ലോ. 3 നാളായിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. വരട്ടെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നിരുന്നോ? ഇല്ല. ഇന്നിപ്പോ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. എടുത്ത ഭാഗത്തു നിന്നൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി തരാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? OPD, പിന്നെ കാഷ്വാലിറ്റിയും കാർഡിയോളജി.
അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവർ നൽകുന്ന സർവീസസിന്റെ ബേസിസിൽ രണ്ടായിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് ഇൻപേഷ്യന്റ് സർവീസ് ആൻഡ് ദ അതർ വൺ ഈസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് അല്ലെ. രണ്ട് സേവനങ്ങളാണ് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കിട്ടുക, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും. അതിൽ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്താണ് എന്നും അതോടൊപ്പം തന്നെ അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചത്. കാഷ്വാലിറ്റി ആൻഡ് കാർഡിയോളജി അല്ലെ. എന്താണ് കാഷ്വാലിറ്റി എന്നാ നമ്മൾ പറഞ്ഞത്? എന്താണ് കാഷ്വാലിറ്റിക്ക് മറ്റൊരു നെയിം ഉണ്ടല്ലോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ A&E ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയും. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടെ നൽകപ്പെടുന്ന സർവീസസ് ഏത് രീതിയിലുള്ള സേവനമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ സേവനങ്ങൾ കിട്ടുന്നത്? 24 hours അല്ലെ. അതെ, ഒരു അറൌണ്ട് ദ ക്ലോക്ക്, ദാറ്റ് മീൻസ് 24 hours സേവനമാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല പിന്നെ ഇവിടെ എങ്ങനെയുള്ള പേഷ്യൻസാ വരുന്നത്? The patients who are brought in by ambulance അല്ലെ. ആംബുലൻസിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ, എമർജൻസി സ്റ്റേജിൽ വരുന്ന ആളുകളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റുന്നത് അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകുന്നത്. ദെൻ ക്ലിയർ ആകുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഉണ്ടാ? സൗണ്ട് ക്ലിയർ ആണോ? ഇവിടെ ഒരാൾക്ക് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ എന്ന് പറയൂ. അപ്പൊ ആളുടെ മാത്രം പ്രശ്നമായിരിക്കും. അപ്പൊ ആളൊന്ന് ലെഫ്റ്റ് ആയിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യട്ടെ. അപ്പോഴേക്കും പോയി. ഫ്രാൻസി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ശരി, ആൾ രണ്ടാമത് റിജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവും. ഇനി എന്താ പറഞ്ഞത്? ഇത്തരം കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഫസ്റ്റ് ദേ വിൽ ബി ഗിവൺ സം ഫസ്റ്റ് എയ്ഡ് അല്ലെ. അവിടെയാണ് ആദ്യം ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇഞ്ചുറി എന്താണ്, അവരുടെ സീരിയസ്നെസ്, അവരുടെ എന്താ പറയുക ഇൽനെസിന്റെ സീരിയസ്നെസ് എന്താണ് എന്നൊക്കെ നോക്കി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ ഇൻ ദ കാഷ്വാലിറ്റി ഇറ്റ്സെൽഫ്. കാഷ്വാലിറ്റിയിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ടൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആൻഡ് ദെൻ ദേ വിൽ ബി being sent to the specialized department for further consultation. ബാക്കി ട്രീറ്റ്മെന്റുകൾക്ക്, ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഏത് സ്പെഷ്യലൈസ്ഡ് മേഖലയിലാണ് ആൾക്കുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളെ മാറ്റുന്നു എന്നുള്ളതാണ്, സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാഷ്വാലിറ്റിയുടെ പ്രത്യേകത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാഷ്വാലിറ്റിയുടെ ഒരു ഓൾ ഇൻ ഓൾ അല്ല. അടുത്തത് നമ്മൾ പറഞ്ഞത് കാർഡിയോളജി ആണ്. കാർഡിയോളജി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ട്രീറ്റ്മെന്റ് നൽകുന്ന, മാത്രമല്ല ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓൾ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട് അല്ലെ. ഇവിടെ എല്ലാ തരത്തിലുള്ള ഹാർട്ടിന്റെ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഹാർട്ടിന് വരുന്ന പല അസുഖങ്ങളും ഡയഗ്നോസിസ് ചെയ്യാൻ അതിന്റെ പ്രിവെൻഷൻസ് ഒക്കെ നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാർഡിയോളജിയിൽ വരുന്ന കൊറോണറി ആർട്ടറി ഡിസീസസ്, അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ്, അതിന്റെ രണ്ട് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ആൻജൈന ആൻഡ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒരു സർജറിയാണ്. കാർഡിയോവാസ്കുലർ സർജറി മറ്റൊരു സർജറിയാണ്. ഹാർട്ട് ആൻഡ് മാത്രമല്ല ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഒക്കെ സർജറിയിലൂടെ എന്താ പറയാ ഭേദമാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെയാണെന്ന് പറഞ്ഞു നമ്മൾ കാർഡിയോളജിയിൽ. മാത്രമല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗിവ്സ് എനി സം അതർ ടൈപ്സ് ഓഫ് സർവീസ്. അവിടെ നൽകപ്പെടുന്ന മറ്റ് തരത്തിലുള്ള സർവീസസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറികൾ, വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റീപ്ലാന്റേഷൻ, ദെൻ കൺജനിറ്റൽ ഡിഫക്ട്സ്, വാസ്കുലർ ഡിസീസസ്, ഇതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? വായിച്ചൊക്കെ നോക്കിയോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വായിച്ചിട്ട്? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കി റെസ്റ്റ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തതാണ് എന്താണത്? വായിച്ചേ, സ്ക്രീനിലുണ്ടല്ലോ. അനസ്തേസിയോളജി. അനസ്തേഷ്യോളജി എന്ന് പറയുന്ന വിഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇൻ എ ഹോസ്പിറ്റൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അനസ്തേഷ്യോളജി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ടു മേക്ക് പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ്, പലതരത്തിലുള്ള പ്രൊസീജിയറുകൾ നടത്താനും അല്ലെങ്കിൽ സർജറീസ് കണ്ടക്ട് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു വിഭാഗമാണ് അനസ്തേഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടേഴ്സ് ഹു ഹാൻഡിൽ ദിസ് അനസ്തേഷ്യ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, അതിന് ഉള്ള ഈ എന്താ പറയാ പ്രത്യേകം ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഹു മേക്സ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ് നടത്താനോ മറ്റ്
മറ്റേതെങ്കിലും ഇപ്പൊ സർജറി മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമുക്കറിയില്ലേ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് രീതിയിൽ ഏതെങ്കിലും ഇതില് ഭയങ്കരമായിട്ട് പൊട്ടി, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറികളൊക്കെ വരുമ്പോ അതൊക്കെ തുന്നിച്ചേർക്കാനൊക്കെ വേണ്ടി വരും ഈ അനസ്തേഷ്യ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കും പിന്നെ അല്ലാതെ ഓപ്പറേഷൻസ് നടത്തി പല കാര്യങ്ങളും ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടത്താനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ അനസ്തേഷ്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനസ്തേഷ്യോളജി ആണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് ഹാൻഡിൽസ് ഓൾ ദീസ് പ്രൊസീജിയേഴ്സ്. ഈ അത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അനസ്തേഷ്യോളജി വിഭാഗമാണ്. There are mainly 3 types of anesthesias given to the patients according to their disease. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രോഗങ്ങൾക്ക് രീതിയിൽ, രോഗങ്ങളുടെ ആ ഒരു എന്താ പറയാ കാരണങ്ങളുടെ ഒക്കെ രീതിയിൽ 3 തരത്തിലുള്ള അനസ്തേഷ്യാസ് ആണ് സാധാരണയായിട്ട് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള അനസ്തേഷ്യ? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. 3 രീതിയിലുള്ള അനസ്തേഷ്യന്റെ പേര് പറയും. എന്തൊക്കെയാണത്? വായിച്ചേ. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. അതെ, ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യാസ് 3 രീതിയിലാണ്. അത് നൽകപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കണം കേട്ടോ. അതെന്താണ്? ഒന്നാമത്തെ എന്താണ്? ജനറൽ ആയിട്ടുള്ള ഒരു അനസ്തേഷ്യാണ്. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ അനസ്തേഷ്യോളജിസ്റ്റ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുക. അത് മേ ബി എ മെഡിക്കൽ ഡോക്ടർ. അവിടെ നൽകപ്പെടുന്ന ഈ അനസ്തേഷ്യ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ മാസ്ക് ആയിരിക്കും. ചിലപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ശ്വസിച്ചിട്ട് അങ്ങനെ അവരെ എന്താ പറയാ മയക്കുന്ന രീതിയാകാം. അല്ലെങ്കിൽ ഒരു IV കാനുല സപ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് കൂടി ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വെയിനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള IV കാനുലയുടെ കൂടെ എന്ത് ചെയ്യുന്നു? അനസ്തേഷ്യ കൊടുക്കുന്നതാകാം. ആൻഡ് അതിനെയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോ വൈൽ ദിസ് അനസ്തേഷ്യ ഗോസ് ഓൺ വർക്കിംഗ്, ഈ ഒരു അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാസ്കിലൂടെയോ IV കാനുല ഉപയോഗിച്ചോ കൊടുക്കുന്ന സമയത്ത് ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ് ആഫ്റ്റർ ലിറ്റിൽ ടൈം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ആള് പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? അൺകോൺഷ്യസ് ആവുന്നു. എന്ന് വെച്ചാൽ ഒരു ചെറിയ വേദന അനുഭവപ്പെടാത്ത രീതിയിൽ, അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, അങ്ങനെ ബോധം കെട്ട് ഇങ്ങനെ പോകുകയല്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. അതല്ല മരവിച്ചു പോകുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു അനസ്തേഷ്യയാണ് ജനറൽ അനസ്തേഷ്യ. സ്വാഭാവികമായിട്ടും എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചില പ്രൊസീജിയേഴ്സ് നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ലോക്കൽ അനസ്തേഷ്യ is particularly given by dentist. എന്നാൽ രണ്ടാമത് പറയുന്ന വിഭാഗമായ ലോക്കൽ അനസ്തേഷ്യ ഡെന്റിസ്റ്റുകളുടെ അവരുപയോഗിക്കുന്ന ഒരു തരം അനസ്തേഷ്യാസ് ആണ്. അതായത് ടു മേക്ക് നോൺ സെൻസേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഏരിയ, ഒരു പ്രത്യേക ഭാഗത്ത് സെൻസേഷൻ ഇല്ലാതാക്കുക, ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ലോക്കൽ അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചപ്പോ നമ്മൾ പല്ലിനുമായിട്ട് ബന്ധപ്പെട്ട പല്ലിന്റെ എന്താ പറയാ എന്തെങ്കിലും റിപ്പയർമെന്റ്, ക്ലിപ്പിടുക, അല്ലെങ്കിൽ പല്ലിൽ കമ്പി ഇടുക, അല്ലെങ്കിൽ പല്ലിൽ റൂട്ട് കനാൽ നടത്തുക, പല്ല് എടുക്കുക, എങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മുടെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഡെന്റൽ ഡോക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റുകളാണ് ഈ ലോക്കൽ അനസ്തേഷ്യയെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അനസ്തേഷ്യയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീജിയണൽ അനസ്തേഷ്യ വിച്ച് ഈസ് പർട്ടിക്കുലർലി പെർഫോംഡ് ടു മേക്ക് സിസേറിയൻസ് നടത്തുന്ന സമയത്ത് കൊടുക്കുന്ന അനസ്തേഷ്യയാണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ സർജറി, സിസേറിയൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു വലിയ സർജറിയാണ്. ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു ഭാഗം മുഴുവനും എന്ത് ചെയ്യുന്നു? എന്താ പറയാ തളർന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടും ഒന്നും തന്നെ ഫീൽ ചെയ്യാത്ത രീതിയിലേക്ക് മാറ്റിയിട്ട് എന്താ പറയാ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനോ അല്ലെങ്കിൽ സിസേറിയൻസ് നടത്താനോ ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്ന എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രീനിൽ മോണിറ്ററിലൂടെ അതല്ലെങ്കിൽ നമ്മുടെ ലാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് അതിനകത്ത് കൂടി നോക്കി ഒക്കെയാണ് മനസ്സിലാക്കുക. ബട്ട് ബിഫോർ ഗിവിംഗ് ദിസ് അനസ്തേഷ്യാസ്, അതായത് ഈ റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ദേ ഹാവ് ടു കൺഫേം ചെയ്യേണ്ട കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൺഫേം ചെയ്യേണ്ട കാര്യം, അതിന്റെ നഴ്സുമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കൺഫേം ചെയ്യേണ്ട കാര്യം ബ്ലഡ് പ്രഷർ, അതായത് പേഷ്യന്റിന്റെ ബ്ലഡിന്റെ ആ ഒരു ലെവലും ഹാർട്ട് റിതം, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ ലെവൽ ഓഫ് അൺകോൺഷ്യസ്നെസ്, അതല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആൻഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്തിരിക്കണം.
ഇതെല്ലാം നോർമൽ ആണോ, നോർമൽ കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ദേ ഹാവ് ടു ഗിവ് ദിസ് റീജിയണൽ അനസ്തേഷ്യ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തില് വേരിയേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രൊവൈഡഡ്. അത്തരം അനസ്തേഷ്യ ആ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി എന്ത് ചെയ്യുന്നു, നമ്മളത് എന്താ പറയാ സെൻസിബിൾ അല്ലാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്യാണ്, ആ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യണം. ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി മൊത്തം, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല, ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഭാഗമേ പെടുന്നുള്ളൂ. ഇപ്പൊ വായില് പല്ലാകുമ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം, അപ്പൊ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ നമ്മുടെ വായില് മോണയിലൊക്കെയാണ് വെക്കുക. അപ്പൊ ഇതങ്ങനെയല്ല, സിസേറിയൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു സെൻസേഷന്റെ. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ടെമ്പറേച്ചർ നോക്കേണ്ടി വരും, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് അബോധ മനസ്സിലേക്ക് പോകാനായിട്ട് എടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ എന്താ പറയാ ഈ കൊടുത്തു അനസ്തേഷ്യ കൊടുത്തു അപ്പൊ തന്നെ എന്താ പറയാ കത്രിക ഇതൊക്കെ എടുത്തിട്ട് സിസേറിയൻ അങ്ങോട്ട് ചെയ്യല്ല, അതിന് മുമ്പ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യും ഇയാൾക്ക് ഈ പർട്ടിക്കുലർ ഏരിയ എന്താണ് പെയിൻഫുൾ ആകുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ആൾ അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ദേ ക്യാൻ മേക്ക് ദ സർജറി, അതിനുശേഷം മാത്രമേ സർജറി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് 3 വ്യത്യസ്ത രീതിയിലുള്ള ആവശ്യങ്ങൾക്കാണ്. ജനറൽ അനസ്തേഷ്യ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ്, IV കാനുല ഉപയോഗിച്ചാകാം, അല്ലെങ്കിൽ ത്രൂ എ മാസ്ക് ആകാം. ഈ അനസ്തേഷ്യ വിൽ ബി given to the patients while the anesthesia is working, the patient becomes unconscious. ആ സമയത്ത് ആളിലേക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ലോക്കൽ അനസ്തേഷ്യ ആണ്. ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ദാറ്റ് പേഷ്യന്റ്, ആ പർട്ടിക്കുലർ ഏരിയ മാത്രം, ഒരു ചെറിയ ഭാഗം മാത്രമേ എന്താകുന്നുള്ളൂ, അതിന്റെ സെൻസേഷൻ എന്താ പറയാ ഇല്ലാതാകുന്നുള്ളൂ. അത് ചിലപ്പോൾ നമ്മളുടെ ജോ കറക്റ്റ് ചെയ്യുന്ന സമയത്ത്, ജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയലുകൾ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ, ഇപ്പൊ പല്ലിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രായം ആകുമ്പോൾ തുടങ്ങിയ കുട്ടികൾക്കൊക്കെ പല്ലിന് കമ്പിടാൻ എല്ലാവരെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്ത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാവരും ഇപ്പൊ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പല്ലുകളുടെ ക്രമം വളരെയധികം അവര് ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അതിന് വരുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് കൊടുക്കുന്നത് അപ്പൊ ഡെന്റിസ്റ്റുകളാണ് ഇത് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന ഇത്തരം അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ. സിസേറിയൻ പോലെയുള്ള വലിയ സർജറീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അനസ്തേഷ്യയാണ് റീജിയണൽ അനസ്തേഷ്യ. ദാറ്റ് മീൻസ് ദ പർട്ടിക്കുലർ ബോഡി പാർട്ട് ഓഫ് ദ ബോഡി ബിക്കംസ് എന്താ പറയാ അൺസെൻസേഷണൽ, അതായത് സെൻസേഷൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി തന്നെ പോകുന്നു എന്നുള്ളതാണ് റീജിയണൽ അനസ്തേഷ്യയുടെ പ്രത്യേകത. ആൻഡ് ബിഫോർ ഗിവിംഗ് ദിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പും കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും ചില കാര്യങ്ങൾ പേഷ്യന്റിന്റെ നോക്കണം. ചിലതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ചെക്ക് ചെയ്യുക. അതേസമയം കൊടുക്കുന്നതിന് മുമ്പിന് ഓക്സിജൻ, ബ്ലഡില് ഓക്സിജന്റെ എന്താ പറയാ കൗണ്ടും, അതുപോലെ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷറും, അതുപോലെ ടെമ്പറേച്ചറും ഒക്കെ കൃത്യമാണോ, ഹാർട്ട് റിതം ഒക്കെ ഓക്കെ ആണോ, നോർമൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? 3 ടൈപ്സ് ഓഫ് അനസ്തേഷ്യാസ്: ജനറൽ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. 3 മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ആ നോട്ടൊന്ന് വായിച്ചു നോക്കിയേ. സ്ക്രീനിൽ കാണുന്ന നോട്ടൊന്ന് വേഗം വായിക്കേ. റീജിയണൽ അനസ്തേഷ്യ നംസ്, NUMBS. നംസ് എന്താ അർത്ഥം? അതന്നെ, മരവിപ്പിക്കുക. സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതായത് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡിയെ മരവിപ്പിക്കുക. അതായത് നമുക്കപ്പോ തൊടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊന്നും നമുക്ക് അതിന്റെ വേദനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആ ഒരു പോർഷൻ അനസ്തേഷ്യോളജി. ഓക്കെ, അടുത്തത് അപ്പൊ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. CCU അല്ലെങ്കിൽ ക്രിട്ടിക്കൽ
കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും പകരം ഉപയോഗിക്കുന്ന എന്താ പറയാ വേർഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അതായത് CCU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്താ പറയാ വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ CCU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേരെന്താണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേരെന്താണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഓർത്തിരിക്കാം. എന്താണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU എന്നതിന്റെ പ്രത്യേകത? ഇവിടെ the patients who are brought to this department will be life threatening patients, ഇൽനെസ്സുമായിട്ട് വരുന്നവരായിരിക്കും. അതായത് എന്താ പറയാ ജീവൻ എന്താ പറയാ അപകടത്തിലായി അല്ലെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഇൽനെസ്സുമായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. അതായത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരിക. ഇവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്താ പറയാ സ്പെഷ്യൽ കെയർ ആണ് ഇവിടെ കൊടുക്കപ്പെടുന്നത്. ഇന്റൻസീവ് കെയർ ആണ് കൊടുക്കപ്പെടുന്നത്. ഇന്റൻസീവ് മീൻസ് അത് ഭയങ്കര തീവ്രമായ പരിചരണം, അതാണ് ആ വാക്കിന്റെ അർത്ഥം. അത് തന്നെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ തീവ്ര പരിചരണ വിഭാഗം എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ കൊടുത്തത്. കാരണം ഹിയർ ഇന്റൻസീവ് കെയർ ഷുഡ് ബി ഗിവൺ ടു ദ പേഷ്യൻസ്. അവിടെ കൊടുക്കപ്പെടേണ്ട ഒരു കെയർ എന്ന് പറയുന്നത് ഇന്റൻസീവ് ആയിരിക്കണം, ഭയങ്കര തീവ്രമായിട്ടായിരിക്കണം. സാധാരണ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് അനങ്ങാതെ മാറാതെ എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുന്ന അതിന് എന്താ പറയാ അലോട്ട് ചെയ്തിരിക്കുന്ന നഴ്സുമാരോ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആളുകൾ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഓരോ പേഷ്യൻസിനും ഒരാളെന്ന രീതിയിൽ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. ഇനി പേഷ്യൻസ് ട്രാൻസ്ഫേർഡ് ഇവിടെ ICUലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആഫ്റ്റർ എമർജൻസി റൂമിൽ നിന്നോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനോ റിക്കവറി റൂമിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ICUലേക്ക് എന്താ പറയാ കൊണ്ടുവന്നതിന് ശേഷം അവരെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നു. അവിടെ കിടത്തി ആള് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നതിന് ശേഷം മാത്രമേ ദേ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു പർട്ടിക്കുലർ വാർഡ്സ് ഓർ റൂംസ്. അവരെ റൂമിലേക്കോ വാർഡിലേക്കോ ഒക്കെ മാറ്റുന്നുള്ളൂ. അത് ആദ്യം ഇവിടേക്കാണ് ഇത്തരം ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട ആളുകളെ പേഷ്യൻസിന്. ഇപ്പൊ ചിലപ്പോ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ ചിലപ്പോൾ ഭയങ്കര ഇഞ്ചുറി ആയിട്ടോ ഭയങ്കര സീരിയസ് ആയിട്ടോ അതായത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൽനെസ്സുമായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്ന കെയറിങ് കഴിഞ്ഞതിന് ശേഷം ദേ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ICU. ഇവരെ ICUയിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഇനി സർട്ടൻ പേഷ്യൻസ് ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ മാത്രമല്ല സം ഷുഡ് ബി ഐസൊലേറ്റഡ് റൂമിലേക്ക് അവരെ ചിലരെ മാറ്റേണ്ടി വരും. എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തി എന്ന് വെച്ചാൽ ചില രോഗങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ എളുപ്പം കയറി പിടിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഐസൊലേറ്റഡ് റൂം എന്ത് ചെയ്യേണ്ടി വരും, മെഡിക്കൽ അറ്റൻഷൻ ഒക്കെ എളുപ്പം കിട്ടുന്ന രീതിയിൽ ക്ലോസ് അറ്റൻഷൻ ഓഫ് ദ മെഡിക്കൽ പാർട്ടീസ്, മെഡിക്കൽ ആളുകൾ കൊടുക്കുന്ന അറ്റൻഷനും ശ്രദ്ധയും അതുപോലെ തന്നെ ക്ലോസ് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ ഐസൊലേറ്റഡ് റൂമിലേക്ക് ആയിരിക്കും മാറ്റുക. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ആരുണ്ടായിരിക്കണം എന്ന് ഇവരെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എപ്പോഴെപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ആളുകളും ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റിനോട് ചേർന്നുള്ളതാണ് ഇത് നമ്മുടെ ഐസൊലേറ്റഡ് റൂം. ഇനി ICUവിന്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് വിൽ ഹാവ് ഓൺലി എ ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ്. ഒരുപാട് ബെഡുകളൊന്നും ഉണ്ടാവില്ല. വാർഡുകൾ പോലെ 5-10 ഒക്കെയോ ഉണ്ടാവില്ല ഒരു ഹോസ്പിറ്റലിനകത്ത്. ഒരു ICUവിൽ വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ബെഡ്സേ ഉണ്ടാകുള്ളൂ. ആൻഡ് ദർ വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഓർ നഴ്സസ്. അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാർ മാത്രമല്ല എന്താ പറയാ അനസ്തേഷ്യാസ്റ്റുകളും ഉണ്ടായിരിക്കും. കാരണം പെട്ടെന്ന് ചിലപ്പോൾ ബോധം കെടുത്തേണ്ടതും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതും ഈ നിരീക്ഷണത്തിൽ ഇരിക്കെ തന്നെ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അനസ്തേഷ്യ കൊടുക്കാനുള്ള അനസ്തേഷ്യോളജിസ്റ്റിനൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരെ അനസ്തറ്റിക്സ് ഒക്കെ കൂടുതലായിട്ട് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല ഫിസിയോതെറാപ്പിസ്റ്റുകളും ഇഫ് നെസസറി ഹാസ് ടു ബി അവരെയും ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ അവരും അതുപോലെ ഡയറ്റീഷ്യൻസ്, ഇവർക്ക് വേണ്ട ഡയറ്റ് പ്ലാനുകളൊക്കെ ഇവർക്ക് എന്താ കഴിക്കാൻ കൊടുക്കുക. ഈ ICUവിൽ കിടക്കുന്ന ആളുകൾക്ക് എല്ലാം ഓട് കൊടുക്കാനും പറ്റില്ല. ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അതും ഡയറക്റ്റ് ആയിട്ട് ICUവിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിരിക്കില്ല കൊടുക്കുക, അത് ട്യൂബിലൂടെ ഒക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ഡയറ്റ് ഫുഡാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻസും അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ വലിയ അപകടമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ കാലോ കയ്യോ ഒക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ അതിന്റെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ ആ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. ഡോക്ടേഴ്സും നഴ്സുകാരും മാത്രമല്ല ഈ പറയുന്ന ആളുകളും, അതായത് അനസ്തേറ്റിസ്റ്റും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകളും അതുപോലെ തന്നെ ഡയറ്റീഷ്യൻസും ICUവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
അപ്പൊ ICU ഇതുപോലെ തന്നെ വളരെ ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകതയാണ്. ICUവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ICUവിനെ നമ്മൾ CCU എന്ന് വിളിക്കും, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് വിളിക്കും. ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ വിൽ ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് മാത്രമല്ല സം പീപ്പിൾ അല്ലെങ്കിൽ സം പേഷ്യൻസ് ഹാവ് ടു ബി ഐസൊലേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ റൂം വിച്ച് ഈസ് ക്ലോസ് ടു ദ മെഡിക്കൽ അറ്റൻഷൻ. മെഡിക്കൽ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ വളരെ നിയറസ്റ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് റൂമിലും സെർട്ടൻ പേഷ്യൻസിനെ മാറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ഹാവ് ഓൺലി വെരി ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ്. വളരെ കുറവ് നമ്പർ ഓഫ് ബെഡ്സേ ഉണ്ടായിരിക്കുള്ളൂ. വിച്ച് വിൽ ബി ഹാൻഡിൽഡ് ബൈ ദ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ് ആൻഡ് ഓൾസോ അനസ്തെറ്റിക്സ്. അത് മാത്രമല്ല ഇവര് എല്ലാവരും കൂടിയിട്ടായിരിക്കും ആ ഒരു ICUവിനെ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ എപ്പോഴും ഇപ്പൊ കുറച്ച് പേഷ്യൻസ് വളരെ ചുരുക്കം ബെഡല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ആളുകളെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്രയും കുറച്ച് ആളുകൾ എന്തായാലും മതിയാകും. അപ്പൊ അവര് എപ്പോഴും അവിടെ റെഡി ആയിരിക്കണം. എപ്പോഴും ഒരു ആവശ്യം എമർജൻസി വന്നാലും അവരത് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ തന്നെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് വേറെ ദൂരെ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ അവരുണ്ടാവണം എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഒന്ന് വായിച്ചു നോക്കാം വേഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കിട്ടിയോ? വായിച്ചിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വിഭാഗം ഏതാണ്? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഡെർമറ്റോളജി. ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി? എന്താണ് ഡെർമറ്റോളജി? is a science that deals with the diagnosis and treatment of diseases related to skin, hair and nails. അല്ലെ, നമ്മളുടെ ത്വക്ക്, അതുപോലെ മുടി, അതുപോലെ തന്നെ എന്താ നെയിൽസ് അല്ലെ, നഖം, ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള് അല്ലെങ്കിൽ അതിന്റെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സയൻസ്, ഒരു ശാസ്ത്രശാഖയാണ് ഡെർമറ്റോളജി എന്ന് പറയുന്ന വിഭാഗം അല്ലെ. ഡെർമറ്റോളജി ഇന്ന് ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഭാഗം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. ആളുകൾക്ക് എപ്പോഴും പലതരത്തിലുള്ള ഇപ്പൊ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ എന്താ പറയാ ഫലമായിട്ടൊക്കെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസും അതുപോലെ തന്നെ എന്താ പറയാ ഫേഷ്യൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആളുകൾ നേരിടുന്നുണ്ട്. ഹെയർ പ്രോബ്ലംസ് ഉണ്ട് ഇഷ്ടം പോലെ. ഹെയർ ലോസ് ആകാം, ഹെയർ ഫോൾ ആകാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം ഒരു വിഭാഗം ഇന്ന് വളരെ ഇതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ഒരുപാട് വൈഡ് റേഞ്ച് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ഒത്തിരി ഒരു എന്താ പറയാ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സ്കിൻ പ്രോബ്ലംസ് ആകാം, നെയിലുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആകാം, എന്താ പറയാ ഹെയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളോ പ്രോബ്ലംസോ ഒക്കെ ആയിരിക്കാം. മാത്രമല്ല ഇന്ന് ഇതിനെ ആശ്രയിക്കുന്ന മറ്റൊരു ഇതുകൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മളുടെ കോസ്മെറ്റിക് ഡെർമറ്റോളജി എന്ന് പറയുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ന്. കോസ്മെറ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കോസ്മെറ്റിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെ ഒരുപാട്. അത് നമുക്കറിയാം, ഇന്നൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അവര് അവരുടെ മുഖത്തിനെ വീണ്ടും നല്ല പഴയ രീതിയിലേക്ക് ഫ്രഷ്നെസ്സോടുകൂടി കൊണ്ടുവരാനായിട്ട് പല ട്രീറ്റ്മെന്റുകളും ഇത്തരം വിഭാഗത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ആളുകൾ തന്നെ. ഇപ്പൊ സെലിബ്രിറ്റീസ് മാത്രമല്ല, ഇപ്പൊ കുട്ടികളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി, ഇപ്പൊ മുഖക്കുരു വരുന്നു അല്ലെ പാടുകൾ വരുന്നു, മുഖക്കുരു വന്നു കഴിഞ്ഞ് അടുത്ത ആ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനും ഒക്കെ ഡെർമറ്റോളജി വിഭാഗത്തെ ആശ്രയിക്കുകയാണ്. പണ്ടൊക്കെ എന്തെങ്കിലും അരച്ചുകുത്തിയൊക്കെ ഇടും അല്ലെ.
നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വാരി തേച്ചൊക്കെ അരച്ച് അതൊക്കെ മാറ്റാനാണ് ശ്രമിക്കുക. പക്ഷെ ഇന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു പാട് കണ്ട് അപ്പൊ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കണ്ട് അവർ തരുന്ന കുറെ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ പുരട്ടുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുക. അപ്പൊ മാത്രമല്ല സം കൈൻഡ് ഓഫ് വെനറിയൽ ഡിസീസസ് ആർ ഓൾസോ ട്രീറ്റഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ മറ്റൊരു കാര്യം കൂടിയും എന്താ പറയാ ഡീൽ ചെയ്യുന്നുണ്ട്. വെനറിയൽ ഡിസീസസ്, ലൈംഗികപരമായിട്ട് ഉണ്ടാകുന്ന പല അസുഖങ്ങളും അവിടെയും അതിനും ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണിത്. ഇനി എന്താ പറയാ ഇവിടെ കൊടുക്കുന്ന ഡെർമറ്റോളജി എന്ന് പറയുന്ന സർവീസസ് നടക്കുന്നത് ഏതിലൊക്കെയാണ്? പ്രോബ്ലംസ് ലൈക്ക് ആക്നെ. ആക്നെ എന്താണ്? ആക്നെ കേട്ടറില്ലേ? പരിസരത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആക്നെ എന്താണ്? മുഖക്കുരു. പിന്നെന്താ? സ്കാർസ്, പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വല്ല പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത്. പിഗ്മെന്റേഷൻ അല്ലെ, കറുത്ത പാടുകള്. പിന്നെ വെറ്റിലേഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ട് രോഗമില്ലേ അതൊക്കെ. പിന്നെ ഹെയർ ലോസ്, നമ്മുടെ മുടി കൊഴിച്ചില്, ഹെയർ ഫോള്, അൺവാണ്ടഡ് ഹെയർ മറ്റൊരു പ്രോബ്ലം ആണ്. ഇന്ന് ആളുകൾ അഭിമുഖീകരിക്കുന്ന ആവശ്യമില്ലാത്ത ഹെയറൊക്കെ അവിടെ ഇവിടെയൊക്കെ വളർന്നു വരിക. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്. മോൾസ്, ഈ എന്താ പറയാ കക്കപ്പുള്ളികളൊക്കെ ഒരുപാടൊക്കെ ചില ആളുകളുടെ ഫേസിലോ ശരീരത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും. പിന്നെ വാട്സ്, അരിമ്പാറ, റിംഗ്ലിംഗ് എന്താ? ചുളിവുകളൊക്കെ വരിക അല്ലെ. ഏജിങ് സ്കിന്ന് ഏജ് ആകുന്നത് കൊണ്ടുണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പല 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 ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റുകൾ ഈ ഒരു വിഭാഗത്തിലുണ്ട്. അപ്പൊ എന്താ പറയാ നമ്മുടെയൊക്കെ യൗവനം, ടീനേജ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഇത്തരം ഒരു വിഭാഗത്തിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ് എങ്കിൽ കൂടി നമ്മള് എന്താ പറയാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരെ മനോഹരമായിട്ടൊക്കെ ഇരിക്കുക. ബോഡിയിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഇല്ലാതാക്കി എപ്പോഴും പഴയ ഒരു ലുക്കിൽ തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലെ. അപ്പൊ അതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഭാഗം അത്രയ്ക്ക് വളരെ വൈഡ് ആയിട്ട് ഇന്ന് എന്താ പറയാ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഡെർമറ്റോളജി എന്ന് പറയുന്നത് സ്കിൻ, ഹെയർ, നെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പൊ പല കാര്യങ്ങൾക്കും പലതിനെയും പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. ഡെർമറ്റോളജി എന്താണെന്ന് വേഗം വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. പറഞ്ഞത് മനസ്സിലായോ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും ഇല്ലല്ലോ. വെനറിയൽ ഡിസീസസ് എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലൈംഗിക രോഗങ്ങൾ കേട്ടാ, വെറുതെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം മലയാളത്തില്. വേറെയൊക്കെ ഒന്നും ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒന്നും അവിടെ ഇല്ല. അതൊക്കെ നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. ക്ലിയർ ആവണ്ടോ പറയണത്? മനസ്സിലാവുന്നുണ്ട്. ശരി. ഓക്കെ അല്ലേ? അടുത്തെടുത്തോട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എടുത്തോട്ടെ അടുത്ത ഭാഗം. ഓക്കെ, രണ്ടെണ്ണം കൂടി എടുക്കുള്ളൂ, അധികം കൂടുതൽ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ നിങ്ങൾക്ക് 5 വീതം കിട്ടുന്നുള്ളൂ. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇന്ന് ആദ്യം എടുത്ത ഭാഗത്ത് നിന്ന് തുടങ്ങി, ഈ ചാപ്റ്റർ തുടങ്ങിയോടത്തുനിന്ന് തുടങ്ങി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് കേട്ടോ. അപ്പൊ അടുത്തതേതാ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. ഇയർ, നോസ്, ത്രോട്ട്. നമ്മൾ ഇതിനെ ചുരുക്കി എങ്ങനെ വിളിക്കും?
ENT എന്ന് വിളിക്കും അല്ലെ. ENT എന്ന് വിളിക്കുന്ന ഇയർ നോസ് ത്രോട്ട് വിഭാഗമാണ്. നമുക്കറിയാം ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇവിടെ നടക്കുന്നത് എയിൽമെന്റ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഇയർ നോസ് ആൻഡ് ത്രോട്ട്. അതായത് ചെവി, മൂക്ക്, അതുപോലെ തന്നെ തൊണ്ട എന്നീ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എയിൽമെന്റുകളാണ്. അതായത് ക്യൂറിംഗ് ആണ്. അതായത് അതിന്റെ രോഗ നിർണയങ്ങളും അതുപോലെ തന്നെ അതിന്റെ രോഗങ്ങൾ മാറ്റുന്നതും അതിനെ തടയുന്നതും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് ENT എന്ന് പറയുന്നത്. ട്രെയിൻഡ് മെഡിക്കൽ എന്താ പറയാ ഡോക്ടേഴ്സ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ എന്താ പറയാ ENT സ്പെഷ്യലിസ്റ്റുകളാണ് ഇവര് ഈ പറയുന്ന ഇയർ നോസ് ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം. ഈ ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുമ്പോൾ ചെവി വേദന, കണ്ണുവേദന അല്ലെങ്കിൽ ത്രോട്ട് വേദന ഇത് മാത്രമൊന്നുമല്ല, അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡിഫക്റ്റുകൾ, ഹെഡ്, നെക്ക്, കഴുത്തും അല്ലെങ്കിൽ നെക്കുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ, സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാകാം. ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ജനറലി ഒരു എന്താ പറയാ ENT ചിലപ്പോൾ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴുത്തൊക്കെ ചിലപ്പോൾ ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുക, ചില കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ, ഘടന ശരിയാക്കണം. അതൊക്കെ ചിലപ്പോൾ സർജറിയിലൂടെയൊക്കെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ENT സർജൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ENT സർജൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒട്ടോലറിംഗോളജിസ്റ്റ് എന്നും വിളിക്കും കേട്ടോ. ഒട്ടോലറിംഗോളജിസ്റ്റ് എന്ന് പറഞ്ഞാലും ENT സർജൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഹൂ ഈസ് സ്പെഷ്യലൈസ്ഡ് സർജൻ ഇൻ ENT ഡിപ്പാർട്ട്മെന്റിലെ സർജൻ വിഭാഗമാണ് ഒട്ടോലറിംഗോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സർജറിയിലൂടെ. ഇനി മാത്രമല്ല ഇയർ, നോസ്, നെയ്സൽ പാസേജ്, നമ്മുടെ മൂക്കിന്റെ പാസേജ്. അപ്പൊ നമുക്കറിയാലോ മൂക്കിലൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് വരേണ്ടെന്ന് ഉദ്ദേശം വരിക. സംസാരിക്കുമ്പോഴൊക്കെ മൂക്കൊണ്ടൊക്കെ സംസാരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ പിന്നെ മാത്രമല്ല വോയിസ് ബോക്സിന് സൈനസസ്, ലാരിങ്സ് എന്ന് വിളിക്കും. വോയിസ് ബോക്സ് എന്നാണ് നമ്മുടെ തൊണ്ടയുടെ ശബ്ദത്തില് വലിയ എന്താ പറയാ വേരിയേഷൻ. ഇത് സാധാരണ നോർമലി ഒരാളുകൾ സംസാരിക്കുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോഴും ആണുങ്ങൾ സംസാരിക്കുമ്പോൾ ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ട് ആ ഒരു ഇതിന്, വോയിസിന്. അപ്പൊ അത് കൂടാതെ ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത് ചിലപ്പോ എല്ലാവർക്കും അത് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓറൽ ക്യാവിറ്റി, മൗത്ത്, ത്രോട്ട്, നമ്മുടെ വായ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും ഹാൻഡിൽ ചെയ്യപ്പെടുക. മാത്രമല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് എയിൽമെന്റ് ട്രീറ്റ്മെന്റുകളാണ് ENT വിഭാഗത്തിൽ കൊടുക്കുക. അതിനവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ജനറൽ ഇയർ, നോസ്, ത്രോട്ട് ഡിസീസസ്, സാധാരണ കോമൺ ആയിട്ട് വരുന്ന ചെവിവേദന, കണ്ണുവേദന, കണ്ണു ചൊറിച്ചില് അല്ലെങ്കിൽ തൊണ്ടവേദന, ഇത് അങ്ങനെയുള്ള ഡിസീസസ്. പിന്നെ നെക്ക് ലംസ്, കഴുത്തില് ഉണ്ടാകുന്ന ചെറിയ ലംസ്, അതായത് ഭയങ്കര നീർവീക്കോ ഒക്കെ പോലെ. പിന്നെ ക്യാൻസേഴ്സ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, തലയിലും അതുപോലെ തന്നെ നെക്ക് ഏരിയയിലും ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്. 2 പ്രാവശ്യം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്, 1 പ്രാവശ്യം വായിച്ചാൽ മതി നമ്മള്. പിന്നെ ടിയർ ഡക്റ്റ് പ്രോബ്ലം, അതായത് ചില ആളുകൾക്കൊക്കെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരാതിരിക്കുന്ന അവസ്ഥ. കണ്ണുനീര് നമുക്ക് വേണം അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് ഓണിയൻ കട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഇമോഷൻസിലൂടെ നമുക്ക് കണ്ണുനീരൊക്കെ വരും. പക്ഷെ ചിലർക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണുനീര് പുറത്തേക്ക് വരില്ലാത്തൊരവസ്ഥ. അപ്പൊ അത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയ ഒരു ട്യൂബ് ലൈക്ക് ഒരു സാധനം വെച്ചിട്ട് ഈ പാസേജ് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരു വാട്ടർ ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലി അതിനകത്തേക്ക്, വാട്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ലിക്വിഡ് മരുന്ന് എന്തെങ്കിലും ആവും, അതൊരു ചെറിയ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ആ പാസേജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വാട്ടർ വെച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത പാസേജ് ക്ലിയർ ആക്കുന്ന ഒരു രീതിയാണ് ടിയർ ഡക്റ്റ് പ്രോബ്ലം. അതായത് കണ്ണുനീര് വരുന്ന ഒരു പ്രോബ്ലംസ് ക്ലിയർ ആക്കി കൊടുക്കുക, അതിന്റെ ആ പാത്വേ ക്ലിയർ ആക്കുക എന്നുള്ളത്. പിന്നെ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ, പിന്നെ കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ്, അത്തരം കാര്യങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്നോറിങ്, ഉറക്കം വലി, അത് മറ്റൊരു രോഗം തന്നെയാണ്. അതിനും ട്രീറ്റ്മെന്റ് ENT-യിലാണ് കൊടുക്കുക. ENT അലർജി പ്രോബ്ലംസ്, ENT-യുമായിട്ട് മൂക്കിന്റെ അലർജി, കണ്ണിന്റെ അലർജി, ത്രോട്ടിന്റെ അലർജി ഒക്കെ ഉണ്ടാവുമല്ലോ, ആ പ്രോബ്ലംസ്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, നമ്മുടെ എന്താ പറയാ സലൈവ, നമ്മുടെ അല്ലെ വായിലുള്ള സലൈവയുടെ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഉൽപാദന ശേഷി ഇല്ലാതാകുക, സലൈവ പുറപ്പെടുവിക്കാതിരിക്കുക വായില്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വോയിസ് ഡിസോർഡേഴ്സ്, ശബ്ദത്തില് തടസ്സങ്ങൾ. ഇപ്പൊ ചില സീസൺസ് വരുമ്പോൾ നമുക്ക് ശബ്ദത്തിൽ തടസ്സം വരും അല്ലെ, തണുപ്പൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരില്ല. അതൊന്നുമല്ല, അതും ഉണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഈ വോയിസിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങളും ട്രീറ്റ് ചെയ്യുന്നത് ENT വിഭാഗത്തിലാണ്. അപ്പൊ ഒരു വൈഡ് റേഞ്ച്
റേഞ്ച് ഓഫ് എയിൽമെന്റുകളാണ് ENT ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുക. അപ്പോ ജനറൽ ഇയർ നോസ് ത്രോട്ട് ഡിസീസസ്, നെക്ക് ലംസ്, ക്യാൻസേഴ്സ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, ടിയർ ഡക്ട് പ്രോബ്ലംസ്, ബാലൻസിംഗ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, സ്നോറിംഗ്, ENT അലർജി പ്രോബ്ലംസ്, salivary gland diseases and also voice diseases are also cured here. ഇത്തരം ക്യൂർമെന്റുകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതിനകത്തെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ചില വാക്കുകളൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊന്ന് എഴുതി വെക്കാൻ. എന്താണെന്ന് ഈ നെക്ക് ലംസ് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. നെക്ക് ലംസ് ചില ഒരു തടിപ്പ് മുഴയൊക്കെയാണ്. മേ ബി അത് ചിലപ്പോ പ്രശ്നമൊന്നും ഇല്ലാത്ത മുഴകളാകാം, ചിലപ്പോൾ മേ ബി ക്യാൻസറസ് ആകാം, ക്യാൻസർ ആകാൻ ഉള്ള സാധ്യതയുള്ള മുഴകളാകാം. അതൊന്ന് എഴുതി വെക്കാം. നെക്ക് ലംസ്, LUMPS. ഇറ്റ് മേ ബി, അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ, ഇറ്റ് മേ ബി an infection ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാകാം, or a cancerous growth, a cancerous, CANCEROUS, cancerous growth. സാധാരണ ഒരു നോർമൽ ഗ്രോത്ത് ആകാം, അല്ലെങ്കിൽ ക്യാൻസറസ് ഗ്രോത്ത് ആകാം. അടുത്തത് ഓട്ടോലെറിങ്കോളജിസ്റ്റ് ആരാണെന്നൊന്ന് എഴുതി വെച്ചേക്കാം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതണേ. OTOLARYNGOLOGISTS, ഓട്ടോലെറിങ്കോളജിസ്റ്റ്. അതിന്റെ നേരെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാട്ടാ. ഈസ് എ സ്പെഷ്യലിസ്റ്റ് സർജൻ ഇൻ ENT. ഓട്ടോലെറിങ്കോളജിസ്റ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ അവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഈസ് എ സ്പെഷ്യലിസ്റ്റ് സർജൻ, ഈസ് എ സ്പെഷ്യലിസ്റ്റ് സർജൻ ഇൻ ENT. in ENT. അടുത്തത് ഒന്നുകൂടി എഴുതി വെക്കുക. ഇതും കൂടി എഴുതാ. ടിയർ ഡക്ട് പ്രോബ്ലം എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചേക്കുക. ടിയർ ഡക്ട് പ്രോബ്ലം. അതിന് താഴെ എഴുതാം. It is the blockage of tears, TEAR, tears. It is the blockage of tears. Full stop. It can be removed. It can be removed by draining, DRAINING, draining fluid, FLUID, fluid
by draining fluid through the passage and remove the block. ഓക്കെ, അതാണ് ടിയർ ഡക്റ്റ് പ്രോബ്ലം. അതായത് കണ്ണുനീര് വരാത്ത ഒരവസ്ഥ, അത് മാറ്റാനായിട്ട് എന്താ പറയാ, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് അത് അവർക്കറിയാം, ആ ഫ്ലൂയിഡ് ഉപയോഗിച്ച് ആ ഒരു പാസേജ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുക, അത് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഒരു വേ ക്ലിയർ ആക്കാനായിട്ട് പറ്റുന്നതാണ്. സ്നോറിങ് എന്താണെന്ന് അറിയാലോ അല്ലെ, കൂർക്കം വലിയാണ് സ്നോറിങ്. വേറെ പ്രശ്നം എന്താ പറയാ, ഇനി അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വേറെ പറയാനില്ല. അപ്പൊ ഇത്രയും രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ENT വിഭാഗത്തിലാണ്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയാൽ ENT എന്താണെന്നും എന്തൊക്കെ എയിൽമെന്റുകൾ ട്രീറ്റ്മെന്റുകളാണ് ENT സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ENT ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാമെന്നൊന്ന് വേഗം വായിക്കുക കേട്ടാ. ഓക്കെ, കഴിഞ്ഞില്ലേ? വായിച്ചില്ലേ? അടുത്തത് കൂടി അങ്ങോട്ട് എടുക്കാം. കഴിഞ്ഞോ വായിച്ച്? ഹലോ കഴിഞ്ഞു. ഓക്കെ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണോട്ടാ, അല്ലെങ്കിൽ വിചാരിക്കും ഇവിടെ നിങ്ങൾ ആരും ഇല്ലെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്തത് എന്താ? എൻഡോക്രൈനോളജി എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. It's the medicine which relates to the study of endocrine system എന്ന് കേട്ടോ, അന്തസ്രാവി വ്യവസ്ഥ അല്ലെ. അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് വിളിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? എൻഡോക്രൈൻ സിസ്റ്റം പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനാൽ, പിറ്റ്യൂട്ടറി ഗ്രന്ഥികള്, പിന്നെന്താണ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇതൊക്കെ ആണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്, പിന്നെന്താണ് പൈനിയൽ, അഡ്രീനാൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, ദെൻ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, ഇതെല്ലാം വരുന്നതാണ്. അപ്പോ endocrinology is a super speciality science which studies the hormones and hormone related glands. നമ്മുടെ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥികള്, ഇവയെ കുറിച്ചിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എന്താ പറയാ, വളരെ ക്ലോസ് ആയിട്ട് ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് കിടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്താൽമോളജി, റേഡിയേഷൻ, ഓങ്കോളജി, സർജറി, ഒബ്സ്റ്റട്രിക്സ്, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ്. അതായത് ഒരുപാട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ഒതുങ്ങി കൂടുന്നതല്ലാന്ന്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ കണ്ണിന്റെ ഗ്രന്ഥികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഫ്താൽമോളജി വിഭാഗത്തിനോട് നേരിട്ട് ബന്ധമുണ്ട്. റേഡിയേഷൻ ഓങ്കോളജി, അതായത് നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റേഡിയേഷൻസ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ സർജറി, ഒബ്സ്റ്റട്രിക്സ്, അതായത് പ്രസവാനന്തര ചികിത്സകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സർജറീസ് ഒക്കെ അതിൽ ബന്ധമുണ്ട് എൻഡോക്രൈനോളജിക്ക്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, പല അവയവങ്ങളുടെ ഒക്കെ മാറ്റിവെക്കലൊക്കെ ഉണ്ടാവൂലേ, ഒരവയവം മറ്റൊരാളുടെന്നോ അല്ലെങ്കിൽ ഒരാളുടെന്നോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനകത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു എന്താ പറയാ വിഭാഗം കണക്ട് ചെയ്ത് കിടക്കാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. മാത്രമല്ല മെഡിക്കൽ പ്രോബ്ലംസ് വിച്ച് ആർ റിലേറ്റിംഗ് ടു ഒത്തിരി മറ്റ് പ്രോബ്ലംസ് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ നിങ്ങള്? ഷുഗർ. അതിന് നമ്മൾ സാധാരണ ഷുഗർ എന്ന് പറയും അല്ലെ. ഡയബറ്റീസ് അതായത് ഷുഗർ പ്രോബ്ലംസ്, ന്യൂട്രീഷൻ പോഷകക്കുറവിന്റെ ഒക്കെ പ്രോബ്ലംസ്, പിന്നെ എന്താ പറയാ ഓസിയോപൊറോസിസ്, അതായത് കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ് ഉണ്ടാകുക, അതായത് എല്ലുകൾക്ക് ക്ഷയം,
അസ്ഥിക്ഷയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ഗൊണാഡ് അഡ്രീനൽ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഹോർമോൺസിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങള് തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻസ്, അതായത് ജെൻഡർ മാറുന്നതും അതുപോലെ ഇന്റർസെക്സ് ആയിട്ടുള്ള മെഡിസിൻസ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഈ ഒരു വിഭാഗമൊക്കെ ഈ ഒരു എൻഡോക്രൈനോളജി സിസ്റ്റത്തിൽ ഡീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഡയബറ്റീസ്, ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, കാൽഷ്യം ഡിസോർഡർ ആണ് അത്, അതിന് ഹൈഫനറ്റ് എഴുതിയിട്ടുണ്ട്, അതായത് കാൽഷ്യം കുറവുകൊണ്ടുണ്ടാകുന്ന അസ്ഥിക്ഷയം, അതാണ് കേട്ടോ. അടുത്തത് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഹോർമോൺ, അതായത് നമ്മുടെ എന്താ പറയാ ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് ഡിസോർഡർ മെഡിസിൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. എന്താണ് ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് ഏതാണെന്നും അതിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പൊ കാർഡിയോളജിയിൽ എന്താണ് കാർഡിയോളജി, ഹാർട്ടുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, പ്രോബ്ലംസ്, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ഒക്കെ നടക്കുക. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഉണ്ട്. ഡെർമറ്റോളജി, സ്കിൻ, ഹെയർ, നെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ, രോഗങ്ങളുടെ തടയില്, ഇതൊക്കെയാണ്. അതുപോലെ ഓരോന്നിനും അതിൻ്റെതായ ഒരു ഹെഡ് ഉണ്ട്, എന്ത് സയൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് അതും പഠിച്ചിരിക്കണം. വാട്ട് ഓൾ ട്രീറ്റ്മെന്റ്സ് ആർ ഗിവൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, അതും പഠിച്ചിരിക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ENT പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ എൻഡോക്രൈനോളജി സിസ്റ്റത്തിൽ വന്നേക്കണേ അല്ലെ. ENT കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ ഇപ്പൊ നമ്മൾ എൻഡോക്രൈനോളജിയിൽ പറഞ്ഞത്? ആണോ? അല്ല. അപ്പൊ ഉണ്ട് അല്ലെങ്കിൽ കാർഡിയോളജിയിൽ പറഞ്ഞതൊന്നും നമ്മൾ ENT വീണ്ടും പറഞ്ഞില്ല. വീണ്ടും അത് തന്നെയല്ല പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഓരോ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും. സോ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കണം, അവിടുത്തെ പ്രത്യേകതകൾ. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ വേർഡുകൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വേഗം വായിച്ചു നോക്കാം എൻഡോക്രൈനോളജി. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം തുടങ്ങി നമ്മൾ എഴുതിയിട്ടില്ല. ശരിക്കും അന്ന് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എടുക്കുന്ന ഭാഗത്തെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ തരാറുണ്ട്. അതുകൂടി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നിങ്ങൾക്ക് എക്സാമിന് വരാം. അതുകൊണ്ട് തന്നെ അപ്പൊ അതൊന്ന് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ ആ രീതിയിൽ അങ്ങോട്ട് വായിച്ചു നോക്കി പഠിക്കാം. നമ്മൾ തരുമ്പോ ചിലപ്പോ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്രമായിരിക്കില്ല ഞാൻ ഇപ്പൊ തരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കി അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടി ഒന്നുകൂടി വായിക്കുമല്ലോ. അപ്പൊ അതൊന്നുകൂടി നമ്മുടെ മനസ്സിൽ കയറും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസും തരും, വൺ വേർഡും തരും, എല്ലാം തരും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരികയെങ്കിലും നമ്മൾ തരുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യും. അപ്പൊ എന്നിട്ടായിരിക്കും നിങ്ങൾ ആ ആൻസർ കണ്ടെത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാം. വേഗം ഒന്ന് വായിച്ചു കഴിയുമ്പോ ഒന്ന് പറയാം. ഞാൻ വേഗം ക്വസ്റ്റ്യൻ പറഞ്ഞോളാം. പറഞ്ഞോട്ടെ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ തരും. അടുത്ത ദിവസത്തേക്ക് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഞാൻ വായിപ്പിക്കും കേട്ടോ. നിങ്ങളൊന്ന് അതിന് റെഡി ആയിട്ട് വരണം. ക്വസ്റ്റ്യൻസ് ഞാൻ തരും. അത് അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ പറയുമ്പോൾ അത് വായിക്കണം. ഓക്കെ, നിങ്ങൾക്കൊന്നുകൂടി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദ 4 classifications ഓഫ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ആർ ദ 4 classifications ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്? Which are the 4 classifications of hospital departments? Which are the 4 classifications of hospital departments? കേട്ടില്ല?
എന്തെങ്കിലും പറഞ്ഞു എന്നോട്? ഹലോ ഹലോ, എന്നോടല്ല അല്ലെ? ഓക്കെ, അടുത്തത് laboratory and radiology. Laboratory and radiology comes under dash of supportive department. Comes under dash of supportive department. Comes under dash of supportive department. Okay, അടുത്ത question. Dash are usually appointed to handle OPD. Dash are usually appointed to handle OPD. അടുത്തത് in dash people come to the hospital for a medication consultation and not for admission. Next one. A and E departments is also known as dash. Next one. The patients are assessed, ASSESSED, assessed according to the degree of injury, and then being sent to being sent to dash for further treatment. Next question. Give two examples for coronary artery disease. Give two examples for coronary artery disease. Next one. What do you mean by angina?
angina. Angina. What do you mean by angina? എത്ര ക്വസ്റ്റ്യൻ ആയിപ്പോ? ഓക്കെ, അടുത്ത ഇതാ. What are the procedures? What are the procedures involved in? What are the procedures involved in cardiac surgery? Cardiac surgery. What are the procedures involved in cardiac surgery? Next one. Local anesthesia. Local anesthesia is usually conducted by dash. Local anesthesia is usually conducted by dash. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. Before conducting regional anesthesia, what all things should be monitored? What all things should be monitored? Okay, അപ്പൊ 10 ക്വസ്റ്റ്യനായോ? 10 ക്വസ്റ്റ്യനായില്ലേ? ഓക്കെ, അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ ഒക്കെ എഴുതിയിട്ട് വരിക കേട്ടാ. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മാം. ഓക്കെ, അടുത്ത ക്ലാസ്.